ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 29 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി ഗൗതം തന്നെ ചേരുന്നു. ഗൗതം, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, ആം ആദ്മി സർക്കാർ, നിലവിലുള്ള സർക്കാർ, അതിൻ്റെ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി വരെ ജയിലിൽ പോകുന്ന സാഹചര്യം, അതിനുശേഷം വീണ്ടും ജനവിധി തേടുന്ന തീയതി ഇന്ന് അറിയാൻ കഴിയുന്നു. ഇന്ന് 2 മണിക്കാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ മാധ്യമങ്ങളെ കാണുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒറ്റഘട്ടമായാകും ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കഴിഞ്ഞ തവണ 2020 ഒറ്റ ഫേസായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 70 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഡൽഹിയിലുള്ളത്. ഒപ്പം മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ വലിയ തോതിൽ പ്രശ്നബാധിത ബൂത്തുകളോ ഒന്നും രാജ്യ തലസ്ഥാനത്തില്ല. അതിനാൽ തന്നെ ഒറ്റ ഫേസായി തന്നെ ആയിരിക്കും ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തും. നമുക്കറിയാം, ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം ആം ആദ്മിയും BJPയും തമ്മിലുള്ള കനത്ത പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 11 വർഷമായി ആം ആദ്മി സർക്കാരിന്റെ ഭരണത്തിന് കീഴിലാണ് ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടികൾ 2016-ലും 2020-ലുമൊക്കെ BJPക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നേരെ മറിയുന്ന ഒരു കാഴ്ചയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014-ലും 2019-ലും 2024-ലുമൊക്കെ BJP 7 സീറ്റിലും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് നരേന്ദ്രമോദിക്ക് വലിയ പ്രതിച്ഛായ രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശമാണ് ഡൽഹി. അതിനാൽ ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ മുൻതൂക്കം, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആ നേട്ടം അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അരയും തലയും മുറുക്കിയുള്ള വലിയ പ്രചരണത്തിന് BJP ഇതിനകം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുൻ MPമാരെയും അതോടൊപ്പം തന്നെ ഡൽഹി രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവുമുള്ള നേതാക്കളെ എല്ലാം പ്രചരണത്തിന് ഇറക്കിയുള്ള വലിയ നീക്കമാണ് രാജ്യ തലസ്ഥാനത്ത് BJP നടത്തുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ആദ്യമായി ഭരണം ലഭിച്ച ആം ആദ്മി രാഷ്ട്രീയത്തിന്റെ ഒരു ഫേസായി നിൽക്കുന്ന സ്ഥലമാണ് ഡൽഹി. അവിടെ ഭരണനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് ഈ ഡൽഹി മദ്യനയ അഴിമതിയൊക്കെ ഉൾപ്പെടെയുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളെല്ലാം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ വിജയിക്കുക എന്നത് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും അനിവാര്യമാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. വിനോദ്, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്കും BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. BJPക്ക് ഭരണം അവിടെ പിടിച്ചെടുക്കേണ്ടതുണ്ട്, ആം ആദ്മിക്ക് ഭരണം നിലനിർത്തേണ്ടതുമുണ്ട്. നമുക്കറിയാം, പ്രമുഖ നേതാക്കളൊക്കെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭരണം നേടുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളി തന്നെ നിലനിൽക്കുന്നു. സ്മൃതി ഇറാനിയെ പോലെയുള്ള പ്രമുഖ നേതാക്കളെ തന്നെ കളത്തിലിറക്കി BJP ഡൽഹി നിയമസഭ ഇത്തവണ പിടിച്ചെടുക്കാനുള്ള വലിയ പ്രചാരണ പദ്ധതികൾക്കാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. BJP ആദ്യഘട്ട പട്ടികയും സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ അത്തരം പ്രമുഖ നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങും എന്ന് തന്നെയല്ലേ പറയാൻ കഴിയുക, ഗൗതം? വിനോദ, പ്രമുഖ വ്യക്തികളെയൊക്കെ പ്രചരണ രംഗത്ത് അണിനിരത്തിയുള്ള തീപാർന്ന പ്രചരണത്തിന് BJP ഇതിനകം തന്നെ തുടക്കം കുറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വികസന പദ്ധതികൾ രാജ്യ തലസ്ഥാനത്തിന് സമർപ്പിച്ചു. 12,000 കോടിയുടെ ഒരു ഘട്ടം, അതിനുശേഷം അതിന് മുൻപ് ഏതാണ്ട് 4,000 കോടി രൂപയുടെ, അങ്ങനെ 2 ഘട്ടമായാണ് വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാജ്യ തലസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെതായ പദ്ധതികൾ സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തികളെല്ലാം വിനോദ് സൂചിപ്പിച്ചതുപോലെ പ്രചരണത്തിനായി ഇറക്കും. സ്മൃതി ഇറാനി, നമുക്കറിയാം, സ്മൃതി ഇറാനി അടുത്ത കാലത്ത് ഉത്തർപ്രദേശിലായിരുന്നു. അമേഠിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിൽ 2019-ലൊക്കെ വിജയിച്ചു വന്നതെങ്കിലും സ്മൃതി ഇറാനി തന്റെ രാഷ്ട്രീയ
രാഷ്ട്രീയം തുടക്കം കുറിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ നിന്നാണ്. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2004 ചാന്ദിനി ചൗക്കിൽ ലോക്സഭാ സീറ്റിലാണ് ആദ്യമായി സ്മൃതി ഇറാനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെ വളരെയധികം ഒരു അടിത്തറ സ്മൃതി ഇറാനിയെ പോലുള്ള നേതാക്കൾക്ക് ഡൽഹിയിലുണ്ട്. അതിനാൽ സ്മൃതി ഇറാനി മത്സരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത്തരം തീരുമാനങ്ങൾ ഇനിയും BJP എടുക്കേണ്ടതുണ്ട്. കാരണം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും പട്ടിക പുറത്തു വരാനുണ്ട്. അതിൽ സ്മൃതി ഇറാനിയുടെ പേരുണ്ടോ ഇല്ലയോ എന്നതൊക്കെ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ സ്മൃതി ഇറാനിയെ പോലുള്ള BJPയുടെ തീപ്പൊരി നേതാക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം മീനാക്ഷി ലേഖി ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ മത്സരിക്കുന്നില്ലെങ്കിൽ തന്നെ പ്രചരണത്തിന്റെ വലിയ ചുമതലകൾ മീനാക്ഷി ലേഖിയെ പോലുള്ള നേതാക്കൾക്ക് BJP നൽകും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ഉണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് പർവേഷ് വർമ്മയാണ്. പർവേഷ് വർമ്മ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ഡൽഹി MP ആയിരുന്നു. ഡൽഹിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുള്ള മുൻ MP ആണ് പർവേഷ് വർമ്മ. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുൻ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാൻ BJP കളത്തിലിറക്കിയത്. അതോടൊപ്പം കൽക്കാജി മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി അതീഷി മത്സരിക്കുന്നത്. അതീഷിക്കെതിരെ രമേശ് ബിദൂരി എന്ന BJPയുടെ മുൻ MP, അദ്ദേഹവും മുൻ MP ആണ്. ഡൽഹി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് രമേശ് ബിദൂരി. അദ്ദേഹത്തെയാണ് അൽക്കാലംബയ്ക്കും അതോടൊപ്പം തന്നെ അതീഷിക്കുമെതിരെ മത്സരിക്കുവാൻ BJP കാൽക്കാജിയിൽ കളത്തിലിറക്കിയിട്ടുള്ളത്. ഒപ്പം വിജേന്ദർ ഗുപ്ത നിലവിൽ ഡൽഹി നിയമസഭയിലെ BJPയുടെ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമാണ്. വിജേന്ദർ ഗുപ്ത അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ രോഹിണിയിൽ നിന്ന് തന്നെ മത്സരിക്കുന്നുണ്ട്. ഒപ്പം ആശിഷ് സൂഡിനെ പോലുള്ള നേതാക്കളെ രംഗത്തിറക്കിയിട്ടുണ്ട്. ആശിഷ് സൂഡ് നിലവിൽ BJPയുടെ ഗോവയുടെയും അതോടൊപ്പം ഗോവയുടെ പ്രഭാരിയും ജമ്മു കാശ്മീരിന്റെ സഹപ്രഭാരിയുമാണ്. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം മത്സര രംഗത്തുണ്ട്. കരോൾ ബാഗിൽ BJP അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ദുഷ്യന്ത് കുമാർ ഗൗതമിനെയാണ് മത്സരിപ്പിക്കുന്നത്. അദ്ദേഹം കരോൾ ബാഗ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്നു. അങ്ങനെ ആദ്യത്തെ 29 പട്ടികയിൽ തന്നെ വളരെ പ്രമുഖരെയും ഒപ്പം ഡൽഹി രാഷ്ട്രീയത്തിൽ കൃത്യമായി വേരുകൾ മുൻകാലഘട്ടങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള നേതാക്കളെ തന്നെ ആദ്യത്തെ 29 അംഗ പട്ടികയിൽ BJP കളത്തിലിറക്കിയത് ശ്രദ്ധേയമാണ്. ഇനി ബാക്കി സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ പ്രമുഖ വ്യക്തികൾ ഇനിയും BJPയുടെ പട്ടികയിൽ ഉണ്ടാകുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. വ്യക്തമാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. വലിയ വീറോടെയുള്ള മത്സരത്തിനാണ് BJPയും ആം ആദ്മി പാർട്ടിയും അവിടെ തയ്യാറെടുക്കുന്നത്. പ്രമുഖ നേതാക്കളെ കളത്തിലിറക്കി ഭരണം പിടിക്കാനാണ് ഇരു കക്ഷികളുടെയും നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.